മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് മാത്രമേ അതിന് ഉത്തരം പറയാൻ സാധിക്കൂ. രാഷ്ട്രീയ ധാർമ്മികതയോ രാഷ്ട്രീയ മൂല്യമോ ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു നേതാവാണെങ്കിലും രാജിവെച്ച് മാറും എന്നുള്ളതാണ് സത്യം. പ്രായത്തിൽ ഇളവ് ലഭിക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഇളവുണ്ടോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. CPM-ന്റെ കരുത്തരായ സഖാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. വീണ വിജയനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കേണ്ടത് ഇപ്പോൾ ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഭയമുണ്ട്. ആ ഭയം മൂലം അവർക്ക് പിണറായി വിജയനെ ന്യായീകരിക്കേണ്ടി വരും, അദ്ദേഹത്തിന്റെ മകളെ ന്യായീകരിക്കേണ്ടി വരും. ഏവർക്കും വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം. സിബിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകളെ പറ്റി വീണ്ടും ഒരു വിവാദം ഉയർന്നു കേൾക്കുന്നു. മുമ്പ് നമ്മൾ കേട്ടിരുന്ന മാസപ്പടി വിവാദം തന്നെ. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജിയിലേക്ക് നയിക്കുന്ന ഒന്നായി മാറുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് മാത്രമേ അതിന് ഉത്തരം പറയാൻ സാധിക്കൂ. കേരളത്തിൽ പണ്ട് കെ കരുണാകരന് നേരെയും AK ആന്റണിക്ക് നേരെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ആരോപണങ്ങൾ വന്നാൽ തന്നെ രാജിവെച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ ധാർമ്മികത അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ബാധകമല്ലാത്ത CPM-ന്റെ കരുത്തരായ സഖാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ എന്ത് ആരോപണങ്ങൾ വന്നാലും ഈ കൈകൾ പരിശുദ്ധമാണ്, അല്ലെങ്കിൽ ഈ കയ്യിൽ കറകളില്ല എന്ന് പറയുന്നതോടുകൂടി അതവിടെ അവസാനിക്കുകയാണ് പതിവ്. കാരണം എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഈ ഡീൽ അങ്ങോട്ട് ഒത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിർമ്മല സീതാരാമനെ ഒരു 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം ഡൽഹിയിലെത്തി പുതിയ കേരള ഗവർണറുടെ സാന്നിധ്യത്തിൽ കണ്ടത്. അന്ന് അവിടെ നടത്തിയ ചർച്ച എന്തിനാണ് കണ്ടതെന്നോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം തോമസ് മാഷ് വെളിയിൽ വന്നിട്ട് പറഞ്ഞത് നല്ല പുട്ടും കടലയും ഉണ്ടായിരുന്നു, നല്ല അപ്പവും ഇഷ്ടവും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അപക്വമായ സ്റ്റേറ്റ്മെന്റിനപ്പുറത്തേക്ക് നിർമ്മല സീതാരാമൻ എന്തിനാണ് കേരള മുഖ്യമന്ത്രിയെ കേരള ഹൗസിലെത്തി കണ്ടത് എന്നുള്ളതിന് കൃത്യമായ ഒരു മറുപടി പറയാനായിട്ട് സാധിച്ചിട്ടില്ല ഈ സമയം വരെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ സമയത്ത് ഇപ്പോൾ CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇതുപോലൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയോ രാഷ്ട്രീയ മൂല്യമോ ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു നേതാവാണെങ്കിലും രാജിവെച്ച് മാറും എന്നുള്ളതാണ് സത്യം. ഇതിനു മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ ബിനീഷ് കോടിയേരിക്കെതിരായ ആരോപണം വരികയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ജയിലിലായിരിക്കുകയും ചെയ്ത സമയത്ത് CPM-ന്റെ എല്ലാ ചുമതലകളിൽ നിന്നും മാറി നിന്നത് മാതൃകയാക്കാൻ പിണറായി വിജയൻ തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് ക്യാപ്റ്റനാണ്, ഇത് സഖാവാണ്. അപ്പോൾ ഈ സഖാവിനെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ ബാധകമാണോ, അല്ലെങ്കിൽ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഇളവുണ്ടോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇവിടെ കോടിയേരിയായിട്ട് ബന്ധപ്പെട്ട് മകന്റെ ബിനീഷിന്റെ ഒക്കെ വിഷയം ഉയർന്ന സമയത്ത് അന്ന് CPM-ലെ നേതാക്കന്മാരാരും അദ്ദേഹത്തിനോ മകനോ പിന്തുണയുമായി ഒന്നും രംഗത്ത് വന്നിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയന്റെ വിഷയത്തിലാവട്ടെ, വീണയുടെ വിഷയത്തിലാവട്ടെ, P രാജീവ് ഉൾപ്പെടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ CPM-ന്റെ നേതാക്കളെല്ലാം വീണയും കൂടി സംരക്ഷിക്കുന്നത് ഏത് തരത്തിൽ കാണേണ്ടത്? ഒരു സർവീസ്, അതായത് ഒരു ഉൽപ്പന്നം വിൽക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സർവീസ് നൽകേണ്ടത് അയാൾ തന്നെയാണ് അതിൻ്റെ വില നിശ്ചയിക്കുക. സ്വാഭാവികം, എതിർക്കുന്നില്ല. പക്ഷേ എക്സൽ, വിൻഡോസ്, ടാലി ഇതൊക്കെ മാർക്കറ്റിൽ വളരെ തുച്ഛമായ റേറ്റിന് ഞാൻ ഈ പറഞ്ഞ 3 സോഫ്റ്റ്വെയറും കൂടി 1 ലക്ഷത്തിന് താഴെ റിന്യൂവൽ ചാർജിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്, സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സാണ്. ഈ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടാണ് 2,63,00,000 രൂപ ഈ പറയുന്ന കരിമണൽ കർത്ത എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയന്റെ കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ട് കൊടുത്തു എന്നൊരു ചോദ്യത്തിന് വീണ വിജയന്റെ മുമ്പിൽ ഉത്തരമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എത്ര ന്യായീകരിച്ചാലും അതൊരു ന്യായീകരണമായി മാറില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വീണ വിജയനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കേണ്ടത് ഇപ്പോൾ ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ പാർട്ടിക്കാർ പറയുന്നത് എന്താണ്, എമ്പുരാൻ സിനിമ ഇറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ? എമ്പുരാൻ സിനിമയിൽ നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മതനിരപേക്ഷ നേതാക്കന്മാരെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഒരു നീക്കമാണ് ഇത് എന്നൊക്കെ ഇവർ ദുർവ്യാഖ്യാനിക്കും. ഇന്നിപ്പോൾ ഗോകുലം ഗോപാലിനെതിരെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഇത് എമ്പുരാൻ സിനിമയുടെ പേരിലല്ല, അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ചില ട്രാൻസാക്ഷനുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എമ്പുരാൻ സിനിമയിൽ
കേന്ദ്ര സർക്കാരിനെ മോശമായി ചിത്രീകരിച്ചതിന്റെ പേരിലാണെന്ന് ആരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നല്ലേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനായിട്ട് നമുക്ക് സാധിക്കും, പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, CPM-ന്റെ സഖാക്കന്മാരെ സംബന്ധിച്ച് ന്യായീകരിച്ച് മരിക്കുക നിവൃത്തിയുള്ളൂ. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്ന പോലെ. അതല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നല്ല ബോധ്യമുണ്ട്, രാത്രിയെന്നും പകലെന്നും തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഭയമുണ്ട്. ആ ഭയം മൂലം അവർക്ക് പിണറായി വിജയനെ ന്യായീകരിക്കേണ്ടി വരും, അദ്ദേഹത്തിൻ്റെ മകളെ ന്യായീകരിക്കേണ്ടി വരും, ഇതൊരു കള്ളക്കേസാണെന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ നടത്തേണ്ടി വരും. നമ്മൾ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞതാണ്, രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഈ CPM-ഉമായിട്ടുള്ള BJP-യുടെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചതിന് ശേഷം ശക്തമായ സമരപരിപാടികൾ, ശക്തമായ ആരോപണങ്ങൾ ഇനി CPM-ന് മേലുണ്ടാവും. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള പല അന്വേഷണങ്ങളും പുനരാരംഭിക്കും. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യമാണ്. അതിന് തുടക്കമാണ് ഇപ്പോൾ SFI എടുത്തിരിക്കുന്ന ഈ തീരുമാനം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇവിടെയും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഡീൽ പൂർണ്ണമായും ശരിയായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നിർമ്മലാ സീതാരാമനെ കണ്ടത്. കാരണം കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് വീണ വിജയനെ പ്രതി ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീണ വിജയനെ ഒരിക്കലും അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചോദ്യം ചെയ്യലിന് ഹാജരായാൽ മാത്രം മതി. അപ്പോൾ ഈ കുറ്റപത്രം നൽകിയതിന് ശേഷം മാത്രം പ്രതി ചേർത്തത് കൊണ്ട് ഒരു കാരണവശാലും വീണ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു ഇളവ് തന്നെയാണ്, അതൊരു ഡീല് തന്നെയാണ്, അതിനകത്തൊരു തർക്കവും വേണ്ട. CPM-ന്റെ മറ്റേതെങ്കിലും നേതാക്കൾക്ക് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധം, അതായത് പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയനെ ഒപ്പം നിൽക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതകളെ മങ്ങലേൽപ്പിക്കുന്ന ഒരു ഉദ്ദേശം ഇപ്പോൾ വരുന്ന വിവാദങ്ങൾക്കുണ്ടോ? ഈ CPM-നകത്ത് തന്നെ പിണറായി വിജയനോട് എതിർപ്പുള്ള ആളുകളുണ്ട്. പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു EP ജയരാജൻ. EP ജയരാജന് BJP കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ബന്ധം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ശോഭാ സുരേന്ദ്രൻ ഒരു പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ ജനങ്ങൾ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഈ EP ജയരാജന് BJP-യുടെ കേന്ദ്ര നേതാക്കന്മാരുമായിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ പിണറായി വിജയന് ശേഷം മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകുമോ എന്ന ഒരു ഭയം അല്ലെങ്കിൽ ഒരു സംശയം CPM-നകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മരുമകൻ എന്നുള്ള രീതിയിലും ഭാര്യയുടെ മേലുള്ള ആരോപണങ്ങൾക്ക് മുഹമ്മദ് റിയാസും ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി മോഹം അവിടെ അവസാനിക്കും. അതിന് കരുതിക്കൂട്ടി CPM-നകത്തു തന്നെയുള്ള ആളുകളും BJP-യുടെ കേന്ദ്ര നേതാക്കളുമായി ഗൂഢാലോചന നടത്തിയിട്ടാണോ ഇപ്പോൾ ഈ ഒരു കേസ് വന്നത് എന്നുകൂടി നമ്മൾ കരുതേണ്ടതുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ മറ്റൊരു ദുരൂഹത കൂടിയുണ്ട്. ഈ എമ്പുരാൻ സിനിമയുടെ ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ CPM-ന് ന്യായീകരിക്കുവാനുള്ള ഒരു അവസരം കൂടി ഇട്ടുകൊടുത്തതാണോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കേന്ദ്ര ഏജൻസികൾ എപ്പോഴൊക്കെയാണോ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് അവിടെയൊന്നും ഇപ്പം തന്നെ നമുക്കറിയാം, ഈ അടുത്ത് പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ അംഗത്തിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ED എടുക്കുന്ന കേസുകളിൽ നല്ലൊരു ശതമാനവും എവിടെയും എത്തുന്നില്ല എന്നുള്ളൊരു നിരീക്ഷണം വന്നിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് അത്തരത്തിൽ കേസുകൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ഏജൻസികൾക്ക് ഇതിനകത്തൊരു യാതൊരു തുടർച്ചയുണ്ട്. എന്തൊക്കെയോ പ്രഹസനം കാണിക്കുന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഒരു സമീപനമല്ലേ ഈ കേസുകളിലുള്ളത്? ED കേസിൽ അറസ്റ്റ് നടന്നിട്ടുള്ളത് P ചിദംബരത്തിന്റെ കേസിലും DK ശിവകുമാറിന്റെ കേസിലും മാത്രമാണ്. അവരോട് BJP-യിൽ ചേരാൻ ആവശ്യപ്പെട്ടു. തല പോയാലും തങ്ങൾ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് വരില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് DK ശിവകുമാറിനെയും P ചിദംബരത്തെയും ED അറസ്റ്റ് ചെയ്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതല്ലാതെ മറ്റു പല പ്രമുഖരായ നേതാക്കന്മാർക്കുമെതിരെ, പ്രഫുൽ പട്ടേൽ, അതോടൊപ്പം തന്നെ അജിത് പവാർ, ഇങ്ങനെ ഉള്ള ഒരുപാട് നേതാക്കന്മാർക്കെതിരെ, വൻ വ്യവസായികൾക്കെതിരെ ഒക്കെ എടുത്തിട്ടുള്ള ED കേസ് ഇന്നും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഒരു പ്രഹസനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെയും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് BJP-യും CPM-ഉം തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡീല് വരും ദിവസങ്ങളിൽ പ്രകടമാകും? BJP-യും CPM-ഉം തമ്മിലൊരു ഡീൽ ഇനി ഉണ്ടാകുമോ എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, രാജീവ് ചന്ദ്രശേഖർ ഇവിടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന അത്രയും കാലം CPM-ഉം BJP-യുമായിട്ടൊരു വോട്ട് കച്ചവടം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും. രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ
ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഉപദേശക അഡ്വൈസറി ഒക്കെ വേണ്ടിയിട്ടുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വലിയൊരു വിഷനോടുകൂടി തന്നെയാണ് പൊളിറ്റിക്സിനെ കാണുന്നതും അതോടൊപ്പം തന്നെ മുൻപോട്ട് പോകുന്നതും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി CPM-ഉം BJP-യുമായിട്ടുള്ളൊരു ബന്ധം കേരളത്തിൽ ഉണ്ടായാൽ അത് BJP-യുടെ തകർച്ചയിലേക്ക് ആവും പോവുക എന്നൊരു തിരിച്ചറിവ് ഏകദേശം BJP-ക്കുണ്ട്. അതുകൊണ്ട് തന്നെ സാധ്യതകൾ കുറവാണ്. BJP സ്വാഭാവികമായും മറ്റു മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുത്തെ പരമാവധി വോട്ടുകൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് അതൊരു തിരിച്ചടിയാവില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തുടർ ഭരണത്തിന്റെ സാധ്യതയും ആ തുടർ ഭരണത്തിന്റെ ആനുകൂല്യം എടുത്തുകൊണ്ട് BJP-യുടെ ഒരു പ്രവർത്തനം ശക്തീകരിക്കുന്ന അവസ്ഥയല്ലേ വരിക? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ മുസ്ലിം സമുദായവും അതോടൊപ്പം തന്നെ ഹിന്ദു വിഭാഗത്തിലെ ഈഴവ സമൂഹവും കേരളത്തിലെ വലിയൊരു വോട്ട് ബാങ്കാണ്. ഇതിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ടും CPM-ൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം സമുദായങ്ങൾ ഒരു കാരണവശാലും BJP-ക്ക് വോട്ട് ചെയ്യത്തില്ല. പിന്നെ ഈഴവ സമൂഹത്തെ ആകർഷിക്കാൻ കോൺഗ്രസിന് സാധിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈഴവ സമൂഹത്തെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ BJP മാറ്റുന്ന സമയത്ത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം BDJS-ന്റെ ബന്ധപ്പെട്ട ഒരാളെയാണ് സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സണായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ BDJS-നെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ തന്ത്രങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ BDJS-ന്റെ വോട്ട് പൂർണ്ണമായിട്ടും BJP-യിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ BDJS-ന് തീർച്ചയായിട്ടും വോട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് BDJS കേരളത്തിൽ വോട്ട് പിടിച്ചത്. ആ BDJS-ന്റെ വോട്ടാണ് അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് BDJS-ന്റെ വോട്ട് ശേഖരിക്കുവാൻ BJP-ക്ക് സാധിക്കുകയും മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായി കോൺഗ്രസിലേക്ക് എത്തുകയും ക്രിസ്ത്യൻ വിഭാഗത്തിലെ പകുതിയോളം വോട്ടെങ്കിലും ശേഖരിക്കാൻ UDF-ന് സാധിക്കുകയും ചെയ്താൽ UDF തന്നെ അധികാരത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ UDF-ന്റെ കെട്ടുറപ്പ്, ഐക്യം അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് 2026 തെരഞ്ഞെടുപ്പിന് വിലയിരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. വീണ കേസിന്റെ ഭാവി എന്തായിരിക്കും? വീണ കേസിന്റെ ഭാവി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവ്ലിൻ കേസ് പോലെ തന്നെ അവസാനിക്കാത്തൊരു സമസ്യയായിട്ട് ഇവിടെ ഉണ്ടാകും എന്ന് തന്നെ, അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുകയാണ്. പ്രതിസന്ധി വരുന്ന അപ്പോഴൊക്കെ വീണ്ടും ഈ കേസ് പൊടുന്നതിനെ ഉയർന്നു പൊങ്ങും, അല്ലാത്തപ്പോൾ നിശ്ചലമായിട്ട് പോകും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇടിവെട്ടി കൂണ് മുളയ്ക്കുന്നത് പോലെയാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തേക്ക് അന്വേഷണവുമായി കടന്നു വരുന്നത്. കാലങ്ങൾക്ക് ശേഷം അത്തരമൊരു അന്വേഷണവുമായി വീണ്ടും വരുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ ചൊല്ലിയാണ്. വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.